ഹലോ ബേബി ഷാൽ ഐ കം ദേർ? ഇല്ല വേണ്ട ബേബി, യു ജസ്റ്റ് വെയിറ്റ്. ഡോക്ടർ എത്തി. ഞാനൊരു 10 മിനിറ്റിൽ അങ്ങോട്ട് എത്തും. ഓക്കെ. ഓക്കെ. കുമാർ, ഇറ്റ്സ് ഓവർ. നിങ്ങൾ അതർ ഫോർമാലിറ്റീസ് ഒക്കെ പ്രൊസീഡ് ചെയ്തോളൂ. ഡോക്ടർ ഇൻട്രസ്റ്റിംഗ് എന്തെങ്കിലും? ഇല്ല കുമാർ, എല്ലാം യൂഷ്വലായിട്ട് തന്നെ. പക്ഷേ വിക്ടിമിന്റെ സെക്ഷൽ പാർട്സ് ഒക്കെ ഇന്റേർണലി വൂണ്ടഡ് ആണ്. എനി പോസിബിലിറ്റീസ് ഓഫ് റേപ്പ് ഡോക്ടർ? നോ ചാൻസ് ഇല്ല. റേപ്പ് പോസിബിലിറ്റീസ് ഇല്ല. ഇന്റേണൽ വൂണ്ടില്ലേ? അപ്പൊ എന്താ റേപ്പ് അല്ലെന്ന് പറയുന്നത്? അതൊക്കെ ഇന്റേണൽ വൂൺസ് ആണ്. മാത്രമല്ല ലാസ്റ്റ് 2-3 ഡേയ്സിൽ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടുമില്ല. കേസ് ഹിസ്റ്ററി, കൊലപാതകം നടന്ന സമയം, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇറ്റ് കോൺ ബി എ റേപ്പ്. താങ്ക് യു ഡോക്ടർ. ഓക്കെ. സോ മിഥുൻ, ഡോക്ടർ പറഞ്ഞ ആ വൂണ്ട് ആൻഡ് ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? Yeah, that could be me. നീന്ന് വെച്ചാ കുറച്ച് വ്യക്തമായിട്ട് പറ. സി, ഞങ്ങൾ രണ്ടുപേരും റിലേഷൻഷിപ്പിലായിരുന്നു. ഓക്കെ, ഒരു കപ്പിളിന്റെ ഇടയ്ക്ക് സെക്സ് കൈൻഡ് ഓഫ് തിങ്, ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ, റൈറ്റ്? അതുമാത്രമല്ല, ഇത് കംപ്ലീറ്റ്ലി പേഴ്സണൽ മാറ്റർ. സോ അതുമാതിരി പ്രൈവറ്റ് തിങ്സ് ചോദിക്കല്ലേ. ഐ ജസ്റ്റ് കാൻ ആൻസർ ദാറ്റ്. ഓക്കെ, നിങ്ങളുടെ പ്രൈവറ്റ് തിങ്സിനെ കുറിച്ചൊക്കെ വിട്ടേക്കാം. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്താ അത് പറ. നിങ്ങൾ തമ്മിൽ വഴക്കോ എന്തെങ്കിലും? പ്ലീസ് സ്റ്റോപ്പ് വേസ്റ്റിംഗ് ടൈം ഓൺ മീ. നിങ്ങൾക്ക് കൊന്നത് ആരാണെന്ന് ശരിക്കും അറിയണമെങ്കിൽ ആ പ്രശാന്തോട് പോയി ചോദിക്കേ. പ്രശാന്തോ? അതാരാ? ആരെങ്കിലും അകത്തുണ്ടോ? ഹലോ, അകത്ത് പ്രശാന്ത് ഉണ്ടോ? എന്താ സാറേ, അവൻ ഇന്നലെ വീട്ടിലേക്ക് വന്നില്ലല്ലോ. സാർ, അവൻ വിഘ്നേഷിന്റെ കൂടെ കൊച്ചിയായിരിക്കും പോയിരിക്കുകയാണ്. എപ്പോഴാ പോയത്? അത് പിന്നെ ഇന്നലെ ഉച്ചയ്ക്കാണ് സാർ പോയത്. ആരൊക്കെയാ പോയത്? അവനും വിഘ്നേഷാണ് സാർ പോയത്. വിഘ്നേഷിന്റെ നമ്പർ എന്ന് പറഞ്ഞേ. സർ 9150-144-606 സാർ. നിന്റെ വീട് എവിടെയാടാ? ഇവിടെ അടുത്താണ് സാർ. എന്താ ഇന്ന്? ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ് സാർ. ആരുടെ കൂടെ? ഞങ്ങളെല്ലാവരും ഒന്നിച്ചാ പഠിച്ചത് സാറ്. ആരൊക്കെ? ഞാനും ഇവനും പിന്നെ വിഘ്നേഷും ഞങ്ങളൊക്കെ ഒന്നിച്ചാ സാറേ പോവാ. അതെ. നിങ്ങളൊക്കെ ചേർന്നിട്ട് എന്തൊക്കെയാ ചെയ്തിരിക്കുന്നത്? ഇല്ല സാറേ, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല സാറേ. അത് ഞങ്ങള് കണ്ടുപിടിച്ചു. ഹലോ ജെനിഫർ, പ്രശാന്ത് അബ്സ്കോണ്ടാണ്. ഫോൺ നമ്പർ സ്വിച്ച് ഓഫോ. ഏതൊരു ഫ്രണ്ടിനൊപ്പം കൊച്ചിനിലേക്ക് പോയിരിക്കാന്ന് പറയുന്നേ. എനിക്ക് വിശ്വാസമില്ല. ഞാൻ വിഘ്നേഷിന് ഒരു നമ്പർ അയച്ചിട്ടുണ്ട്. ആ നമ്പറിന്റെ ലൊക്കേഷൻ എവിടെയാന്ന് ട്രേസ് ചെയ്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് പറയണം. ഞാൻ ലൈനിൽ വെയിറ്റ് ചെയ്യാം. കൊച്ചിൻ സർ, കൊച്ചിൻ ലോക്കൽ പോലീസിനെ ഇൻഫോം ചെയ്താലോ സർ? വേണ്ട ജെനിഫർ, അത് വർക്കൗട്ട് ആവില്ല. നിങ്ങൾ വെയിറ്റ് ചെയ്യും, ഞാൻ വിളിക്കാം. ഓക്കെ സർ. ഹലോ, ഇത് വിഘ്നേഷാണോ? വിഘ്നേഷാണ് സംസാരിക്കണേ. നിങ്ങള്? ഞാൻ F3 പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറാ. പറയൂ സർ. അല്ല വിഘ്നേഷേ, പ്രശ്നമൊന്നുമില്ല. നിങ്ങളുടെ ഫ്രണ്ട് പ്രശാന്തിനെ ഒരു കേസുമായി ബന്ധപ്പെട്ട് തെരഞ്ഞുകൊണ്ടിരിക്കുക. അവൻ നിങ്ങളുടെ ഒപ്പം ഉണ്ടോ? അതെ സർ. ഫോൺ അവൻ്റെ കയ്യിൽ കൊടുക്ക്. സർ, അവ മുകളിലായിരിക്കും. ഞാൻ താഴെ റിസപ്ഷനിൽ വെള്ളം പിടിക്കാൻ വന്നതാണ്. 2 മിനിറ്റ്സിൽ ഞാൻ തിരിച്ചു വിളിക്കാം സർ. 2 മിനിറ്റ്സ് അല്ലേ? ലൈനിൽ ഞാൻ വെയിറ്റ് ചെയ്യാൻ കൊടുക്ക്. അല്ല സർ, ഞാൻ മേലെ പോയിട്ട്. പറഞ്ഞത് മാത്രം ചെയ്യേ. പോലീസ് ആണെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാവോ സാർ? എടാ, നിന്റെ അഡ്വക്കേറ്റ് മാമനൊന്ന് വിളിക്കേ. നീ ആരെ വേണമെങ്കിൽ വിളിക്കേ. അവന്മാരും പിടിച്ച് അകത്തോടും. സാർ, ഞാൻ നീ ആദ്യം വിളിക്കടാ. ഞാൻ വിളിക്കാം. ഹലോ, പ്രശാന്ത് അല്ലേ? അതെ സർ. എന്തെങ്കിലും പ്രോബ്ലം ആണോ? അല്ല പ്രശാന്ത്, ഒരു കേസുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ എൻക്വയറി. ഒന്ന് സ്റ്റേഷൻ വരെ വരാൻ പറ്റുമോ? സാർ, ഞാനൊരു ജോലിക്ക് വേണ്ടി കൊച്ചി വരെ വന്നിരിക്കുകയാണ് സാർ. നാട്ടിലേക്ക് വരാൻ ഒരു 4-5 ഡേയ്സ് ആവും സാർ. അത്ര ഇമ്പോർട്ടൻറ്റ് ജോലി എന്താ? സാർ, ഒരു ഇമ്പോർട്ടൻറ്റ് യൂത്ത് കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ വന്നിരിക്കുകയാണ് സാർ. പ്രശാന്തേ, ഫോണൊന്ന് ലൗഡ് സ്പീക്കറിലിട്ടെ. സാർ. പ്രശാന്ത്,
വിഘ്നേഷ്, രണ്ടുപേർക്ക് ഞാൻ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാർ. നിങ്ങൾക്ക് 3 seconds ടൈം തരാം. ഞാൻ പറഞ്ഞതും പ്രശാന്ത് എന്ത് കളർ ഷർട്ടായിട്ടിരിക്കുന്നതെന്ന് രണ്ടുപേരും ഒരുമിച്ച് പറയണം. 1 2 3. എന്താടാ കട്ട് ചെയ്ത്? വിചാരിച്ചു എന്തിനാ സ്വിച്ച് ഓഫ് ചെയ്യുന്നേ? അല്ല ജെനിഫർ, പ്രശാന്ത് ചെന്നൈയിൽ എവിടെയുണ്ട്? ബട്ട് സർ ട്രാക്കിംഗില് അല്ല, അത് വെറും ട്രാപ്പാ. വിഘ്നേഷ് മാത്രമാണ് കൊച്ചിയിലുള്ളത്. അവർ രണ്ടുപേരും കോൺഫറൻസിൽ കണക്ട് ആയിരിക്കുക. ആ സെക്കൻഡ് ലൈനിന്റെ ലൊക്കേഷൻ ഒന്ന് ട്രേസ് ചെയ്ത് അയക്കണം. ഷോ സർ. കൊച്ചിനല്ലേ? എന്തിനാ പറയുന്നത്? എപ്പോഴാ? എന്നെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചോ? സാറേ മോള. ശരി, ഞാൻ പിന്നെ വിളിക്കാം. മച്ചാനെ, എനിക്ക് വല്ലാത്ത പേടിയാന്നോടാ. ഡാ, വെറുതെ പേടിച്ചോണ്ടിരിക്കില്ല. എടാ, എങ്ങനെയാടാ പേടിയില്ലാതിരിക്കുക? ആ സിറ്റുവേഷനിൽ അറിയാതെ പറഞ്ഞു പോയതാ. സാറേ ടെറസിന്റെ മണ്ടയില. പോലീസ് ഈ സമയത്ത് നമ്മൾ ഇരിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ലേ? പോലീസിന്റെ അടുത്ത് കുടുങ്ങിയ പിന്നെ TV, ന്യൂസ്, എടാ, അങ്ങനെ സംഭവിക്കില്ല. ജീവിതം. വിട്ടേക്ക് സാർ. സാർ, നിങ്ങളെങ്ങനെ ഞങ്ങൾ പറയുന്നത് കേക്ക് സാർ. സാർ, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല സാർ. പ്ലീസ് സാർ. ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറ. എന്തിനാ കൊച്ചിനില്ലെന്ന് കള്ളം പറഞ്ഞേ? സാർ, രാമസ്വാമി, ഈ പോക്ക് ശരിയല്ല. വണ്ടി കയറി സ്റ്റേഷനിൽ സാർ, പറഞ്ഞേക്കാം സാർ. സാർ, പറഞ്ഞേക്കാം സാർ. സാർ, പറഞ്ഞേക്കാം. ഞാനൊരു പേടിയിൽ അങ്ങനെ ചെയ്തു പോയതാ. അവളെ ആരോ കൊന്ന വിവരം ഞാൻ രാവിലെ അറിഞ്ഞത്. ഇതിൻ്റെ ഇടയ്ക്കായിരുന്നു ഞാനും അവളെ കണ്ടുമുട്ടിയത്. സോ അതുകൊണ്ട് പോലീസ് എങ്ങനെയാലും തെരഞ്ഞു വരും ഞാൻ വിചാരിച്ചു സാർ. അതുകൊണ്ടാണ് കൊന്ന സമയത്ത് കൊച്ചിയിലാണെന്ന് പറഞ്ഞാൽ എന്നെ വിട്ടേക്ക് ഞാൻ വിചാരിച്ചു സാർ. ഇതില്ലാതെ ഈ കൊലപാതകത്തിന് എനിക്ക് ഒരു സമ്മതവും സാർ. ശരി, നീ പേടിച്ചിട്ട് തന്നെ അങ്ങനെ ചെയ്തതെന്ന് ഞാൻ വിശ്വസിച്ചു എന്ന് വെക്കാം. പക്ഷേ ഈ മേഡർക്ക് നിനക്ക് ഒരു ബന്ധവുമില്ല, ഞാൻ അങ്ങനെ വിശ്വസിക്കും? സാർ, അവളെ ഞാൻ പ്രേമിക്കുന്ന പെണ്ണാണ് സാർ. ഞാൻ എങ്ങനെയാ സാർ അവളെ കൊല്ലുക? ഇപ്പോഴൊക്കെ പ്രേമിക്കുന്ന പെണ്ണിനെ കൊല്ലുന്നല്ലടാ നിങ്ങളൊക്കെ ഫാഷൻ ആക്കിയിരിക്കുന്നേ. ഞാൻ അങ്ങനെയല്ല സാർ. ഇതങ്ങാനും എന്റെ അച്ഛൻ കണ്ടാലേ എടാ, എന്റെ ഒന്ന് ജീവിതം വിളിച്ചേടാ, പോക്കാ. അവിടെ വരൂ. നിന്റെ കൂടെ നിൽക്കുന്നതിന് പകരം ഞാൻ ഒരു തള്ളുവണ്ടി നടത്തേനെ. പൊളിച്ച്. ശരി, പോടാ. പോടാന്നോ? എടാ, പെണ്ണുങ്ങളെ കാണുമ്പോ ഞങ്ങള് വേണ്ടെന്ന് പറയുന്നത് നിങ്ങളൊക്കെ എപ്പോഴാടാ നിർത്താൻ പോകുന്നത്? മാറ്. ഹലോ, നിങ്ങളോടൊന്ന് സംസാരിക്കണം. സാരമില്ല, നീ പോയിക്കോ. എന്താ? അല്ല, പേടിക്കൊന്നും വേണ്ട. ലവ് ലെറ്റർ ഒന്നും അല്ല. രാവിലെ നിങ്ങളെ ഇടിച്ചപ്പോൾ ഈ പേപ്പർ മിസ് ചെയ്തിട്ട് പോയി. ഓ, അതാണ് ഇത് കൊടുത്തിട്ട് സോറി പറഞ്ഞിട്ട് പോകാൻ വന്നതാണ്. ഇല്ല സാരമില്ല, അറിയാതെ പറ്റിയതല്ലേ, സാരമില്ല. പിന്നെ തെറ്റിദ്ധരിക്കരുത്. നിങ്ങളുടെ സ്റ്റോറി ഞാൻ പഠിച്ചു. ഒരു ചെറിയ പോർഷൻ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നല്ല യഥാർത്ഥമായിരുന്നു. ഒരു ചെറിയ കുട്ടി തന്നെക്കാളും വയസ്സുള്ള ആളെ അവനറിയാതെ ഇഷ്ടപ്പെടുന്നത്, പറയാതെ പ്രേമത്തിന്റെ സൗന്ദര്യം, വേദന, പേടി, ഇതെല്ലാം ഞാൻ പഠിച്ച രണ്ടേ ഭാഗത്ത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അവളുടെ ഒരു ഇന്നസെന്റ് ഇല്ല, അത് വളരെ മനോഹരമായിരുന്നു. ഒരു പാർട്ട് വായിച്ചിട്ട് അവൾ ഇന്നസെന്റ് ആണെന്ന് തീരുമാനിക്കണ്ട. എത്രയും പെട്ടെന്ന് ഫുൾ സ്റ്റോറി പബ്ലിഷ് ആവും. അത് വായിച്ചിട്ട് പറയും. തീർച്ചയായും ആ രണ്ട് ഭാഗത്തിന്റെ ആഘാതം എന്നെ ഇനിയും വിട്ടുപോയിട്ടില്ല. നിങ്ങളുടെ റൈറ്റിംഗിൽ എന്തോ ഒരു സീക്രട്ട് ഉണ്ട്. നിങ്ങൾ ഒരുപാട് ബുക്സ് പഠിക്കുമോ? ചിരിക്കലേന്നേ, സീരിയസ് ആയിട്ടാ ചോദിക്കുന്നേ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. പറയാം.
പക്ഷെ ഒരു കണ്ടീഷൻ. പറയൂ. ആ ബസ് സ്റ്റോപ്പ് വരെ എന്റെ കൂടെ ഒന്ന് വരുമോ? അല്ല, എനിക്ക് പട്ടിന്ന് വെച്ച പേടിയാ. അതുകൊണ്ട് അവളുടെ കൂടെ വന്ന് നിങ്ങൾ അവളെ പറഞ്ഞു വിട്ടു. എന്താണെന്നേ, ഇതൊക്കെ എൻ്റെ ഒരു കടമയല്ലേ. വരൂ.